Hi guys, welcome to Motherhood Family. എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇവിടെ നല്ല തണുപ്പാണ്, പുറത്തൊന്നും ഇറങ്ങാൻ മേലാത്ത അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ ഇപ്പം മോസ്റ്റ്ലി നമ്മൾ പ്രഗ്നൻസിയിൽ സംഭവിക്കുന്ന ഒരു അസുഖമാണല്ലോ നമ്മുടെ ഡയബറ്റിക് ആകുക അല്ലെങ്കിൽ പ്രമേഹം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് എന്ന് പറയുന്നത്. പൈൽസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെല്ലാവരും മൂലക്കുരു എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഒരു തരം അസുഖം, ഒരു തരം പ്രശ്നം. അപ്പോൾ ഇത് പ്രഗ്നൻസിയിൽ ഇപ്പോൾ കൂടുതൽ എല്ലാവർക്കും തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെ അത് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടോ. പ്രഗ്നൻസിയിൽ ഈ ആദ്യം തന്നെ ഈ പൈൽസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് നമ്മുടെ ബട്ടോളിൻ്റെ അവിടെ വരുന്ന ഒരു പിമ്പിളാണ് അല്ലെങ്കിൽ ഒരു കുരുവാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് തെറ്റാണ്, അതല്ല. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്കിപ്പം ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ, ബാത്റൂമിൽ പോകാൻ തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഓവർ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നെർവ്സ്, അവിടെയുള്ള നെർവ്സ് എല്ലാം കൂടെ ഇങ്ങനെ ചുരുണ്ടു കൂടുന്ന ഒരു അവസ്ഥ മാത്രമാണ് പൈൽസ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു കുരുവേ അല്ല. ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം അതൊരു കുരുവാണ്. പക്ഷേ ഞാനടക്കം അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ അതല്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു നമ്മുടെ നെർവ്സ് എല്ലാം കൂടെ തടിച്ചു കൂടുന്ന ഒരു അവസ്ഥയെ മാത്രമാണ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈൽസ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വരുന്നത്? ആദ്യത്തെ കാര്യം, പൈൽസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വയറ് ടൈറ്റ് ആകുന്ന അവസ്ഥ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് വന്നു കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിപ്പം എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ബാത്റൂമിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യാം, എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഓവർ പ്രഷർ കൊടുക്കും. അതായത് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ട് പക്ഷെ പോകാൻ പറ്റുന്നില്ല. അപ്പം ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള ലെവലിൽ സംഭവിക്കുന്നതാണ് ഈ ഞരമ്പ് നെർവ്സ് എല്ലാം കൂടെ തടിച്ചു കൂടുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും വയറ് ടൈറ്റ് ആകുന്ന ഒരവസ്ഥ വരാതിരിക്കുക. വയറ് ടൈറ്റ് ആകുന്ന ഒരു അവസ്ഥ കുറഞ്ഞാൽ തന്നെയും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരില്ല. കോൺസ്റ്റിപ്പേഷൻ വരാതിരുന്നാൽ നമ്മൾ ഓവർ പ്രഷർ കൊടുത്തിട്ട് ബാത്റൂമിൽ പോകേണ്ട, ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരില്ല. അങ്ങനെ നമ്മൾ ഓവർ പ്രഷർ കൊടുത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോയില്ല, സ്മൂത്ത് ആയിട്ടാണ് വയറ്റിൽ പോകുന്നതെങ്കിൽ നമുക്ക് പൈൽസ് വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഓവർ പ്രഷർ കൊടുക്കാതെ വയറ് ടൈറ്റ് ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഈ പ്രഗ്നൻസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, രാവിലെ എണീറ്റ പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ എണീറ്റ പാടെ ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, വയറിലെ എല്ലാ കാര്യം നല്ല ഡൈജസ്റ്റ് ആവാനും നന്നായി വയറ്റിന്ന് പോകാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് രാവിലെ എണീറ്റ പാടെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, നന്നായിട്ട് വെള്ളം കുടിക്കുക. രാവിലെ വെള്ളം കുടിക്കുക, അല്ലാത്ത സമയത്തൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ വയറ്റിന്ന് പോകാനൊക്കെ സഹായിക്കും. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മൾ പഴങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മൈസൂർക്ക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാളയംകുടം പഴം നോക്കിയാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൈസൂർക്ക എന്നൊക്കെ പറയുന്നുണ്ട്. ആ പഴം നിങ്ങൾ കഴിക്കുക, അത് വയറ്റിൽ നിന്ന് പോകാൻ വളരെ നല്ലതാണ്. പിന്നെ ഇലക്കറികൾ നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കുക. വയറ് ടൈറ്റ് ആവുന്ന ഒരു സാധനങ്ങളും നിങ്ങൾ കഴിക്കരുത്. ഇപ്പം ഈ അവലോസ് പൊടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവലോസ് പൊടി കഴിക്കും. നമ്മുടെ ഹണി നമ്മുടെ വയറ് ടൈറ്റ് ആകുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഹണി ഉപയോഗിക്കാതിരിക്കുക, അവലോസ് പൊടി ഉപയോഗിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ വയറ് ടൈറ്റ് ആകുന്ന അവസ്ഥകൾ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ ഫുഡുകൾ നിങ്ങൾ കഴിക്കാതിരിക്കുക. നമ്മുടെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. നമ്മുടെ ഗ്രിൽ ചിക്കൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റംസ് കഴിക്കുക. ഇനി ഇൻ കേസ് നമുക്ക് അപ്പം ഇതാണ് നമ്മുടെ വയറ് ടൈറ്റ് ആവാതിരുന്നാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ ഒഴിവായി. ഇനി ഇൻ കേസ് നമുക്ക് വന്നുപോയി, നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്കറിയില്ല, നമ്മൾ ഓവർ പ്രഷർ ചില സമയത്ത് എന്ന് വെച്ചാൽ ചിലർക്ക് പ്രഗ്നൻസി വന്നില്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ടൈമിൽ നമ്മളോട് അവർ പറയും പ്രഷർ കൊടുക്കൂ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറയുമ്പോൾ നമ്മൾ അപ്പോൾ എന്താ പറയുക, മുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്ത്
ആ ഒരു സമയത്തും മിക്കവർക്കും പൈൽസ് വരും. കാരണം വെച്ചാൽ ആ നെർവ്സ് അവിടെ തടഞ്ഞുകൂടാ, ആ ഓവർ പ്രഷർ കാരണം. അപ്പം ആ സമയത്ത് സംഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് പ്രഗ്നൻസിയിൽ ഇപ്പോൾ പൈൽസ് വന്നു, ഇനി അല്ലെങ്കിൽ ഡെലിവറിയുടെ ആ ഒരു സമയത്തൊട്ട് നമുക്ക് പൈൽസ് വന്നു, നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ആ ഡെലിവറി കഴിഞ്ഞ് ഒരു വിത്തിൻ 1 month അല്ലെങ്കിൽ ഒരു 2 weeks ഒക്കെ ഇത് ആ നെർവ്സ് എല്ലാം നോർമൽ ആയിക്കോളും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കാര്യം, ഒന്നാമത്തെ ഒരു സൊല്യൂഷനുണ്ട്. നമുക്കത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് മാറും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കത് കുറച്ചൊന്ന് ഒന്ന് തണുപ്പിച്ച് നിർത്താൻ പറ്റും. അതിൻ്റെ ആ ഒരു സ്ട്രോങ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ നമ്മൾ വാം ബാത്ത് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ വാം ബാത്ത് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുക. ഒരു ടബിൽ ഇങ്ങനെ കുറച്ച് ഇളം ചൂടുവെള്ളമൊക്കെ എടുത്ത് വെച്ച് അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുക. അപ്പോൾ ആ വാം ബാത്തിലൂടെ നമ്മുടെ നെർവ് അങ്ങനെ ആ ചുരുണ്ട് കൂടുന്നത് കുറച്ചൊക്കെ അയഞ്ഞു കിട്ടും. ഒന്നാമത്തേത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ നമ്മുടെ ബട്ടോളിൻ്റെ അവിടെ നമ്മൾ തൂത്ത് കുറച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു വിഷമമില്ല, അതൊരു പെയിനില്ലേ, ആ ഒരു പെയിൻ്റെ ഒരു അവസ്ഥ മാറിക്കിട്ടും ഒലിവ് ഓയിൽ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു, നന്നായി പച്ചക്കറികൾ കഴിക്കുക, നന്നായി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ, നന്നായി ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ എന്നാണ്. പ്ലെൻറ്റി ഓഫ് വാട്ടർ എത്രത്തോളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അത്രത്തോളം കുടിക്കുക. അത്രത്തോളം നിങ്ങളുടെ പെയിൻ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇനി പോസ്റ്റ് ഡെലിവറി നിങ്ങളുടെ പോയിട്ടില്ല, പൈൽസ് നിങ്ങൾക്ക് വന്നത് പോയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും അലോപ്പതിനെ പോയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. അലോപ്പതി ഡോക്ടേഴ്സ് എല്ലാം കൂടി ചിലപ്പോൾ എനിക്കൊരു കൊട്ടേഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ അലോപ്പതിക്കെതിരെ ഭയങ്കര എതിരാണ്. അലോപ്പതിയുടെ അടുത്ത് നിങ്ങൾ പോകരുത്, ഹോമിയോയിൽ പോവുക. ഹോമിയോയിൽ പോയി കഴിഞ്ഞാൽ, ഹോമിയോയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈൽസ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖമേ അല്ല, വെറും നിസ്സാരമായ കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ അതിനുള്ള മരുന്നൊന്നും എടുക്കണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക, വയറ് ലൂസാകാൻ പാകത്തിന്, വയറ്റിൽ നിന്ന് പോകാൻ പാകത്തിന്, അപ്പം നന്നായി വയറ്റിൽ നിന്ന് ഒരു ലൂസായിട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ തന്നെ നമുക്ക് അവിടെയുള്ള പെയിൻ നമുക്ക് കുറഞ്ഞു കിട്ടും. ഒന്നാം കാര്യം ഇത്. പിന്നെ ഇപ്പം വല്ലാണ്ട് പെയിൻ ഉണ്ട്, എന്നിട്ടും പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒലിവ് ഓയിൽ തൂക്കുക, അല്ലെങ്കിൽ വാംബാത്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു കുറവ് വരും. ഇത് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാറി കിട്ടും. ഇനി നമ്മുടെ ബാഡ് ലക്ക് നമുക്ക് മാറി കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഹോമിയോയിൽ പോവുക. ഹോമിയോപ്പതി പോയി ഒരു 1 month ഒക്കെ നിങ്ങൾ മരുന്നും കഴിക്കുക. കൂടത്തിൽ ഈ ഡോക്ടർ പറയുന്ന ചെറുതായിട്ടൊരു ഡയറ്റും കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോകും മക്കളെ. നിങ്ങൾ അത് ഓർത്ത് പേടിക്കുകയോ വേണ്ട. അയ്യോ ഇതിനി പൈൽസ്, ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ മേലാത്തൊരു ഭയങ്കര അസുഖം, അങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങനെ അയ്യേ എന്ന് പറയാൻ പാകത്തിന് എല്ലാവരും മാറ്റി നിർത്തിയേക്കുകയാണ് പൈൽസിന്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എത്ര അസുഖങ്ങളുണ്ട്. നമുക്ക് ബട്ടോളിൽ ഒരു പ്രശ്നം വന്നു എന്ന് കരുതിക്കൊണ്ട് അത്ര വെറുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല, അല്ല അറയ്ക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ ഡോക്ടറോട് പോയിട്ട് തുറന്ന് പറയാം, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ട്. അപ്പം ഡോക്ടർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അലോപ്പതി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയാം, അവർ ആദ്യമേ കയറി സജസ്റ്റ് ചെയ്യുക സർജറിയാണ്, നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ അതങ്ങ് കരിച്ചു കളയാം എന്നൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പോകരുത്. ഹോമിയോപ്പതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മരുന്ന് വേണമെങ്കിൽ ഒരു 2-3 മാസം നിങ്ങൾക്ക് അടുപ്പിച്ച് കഴിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും സംഭവം സോൾവ് ആയിക്കോളും. അല്ലാണ്ട് വേറെ റിസ്കിനൊന്നും നിങ്ങൾ പോയേക്കരുത്. എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ. പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ മരുന്നൊന്നും എടുക്കണ്ട. ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻസ് മാത്രം എടുക്കുക. അപ്പം വരാതിരിക്കണമെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്നവർ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ പ്രഷർ കൊടുത്ത് ബാത്റൂമിൽ പോകാൻ നിങ്ങൾ ട്രൈ ചെയ്യരുത്. അപ്പം നിങ്ങൾ നന്നായി വെള്ളം കുടിച്ച് എന്താ പറയുക, ബട്ടോളിന് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് നനച്ച് ഫ്രഷ് കൊണ്ട് നന്നായി വെള്ളമൊക്കെ നനച്ചിട്ട് അങ്ങനെയൊക്കെ അവിടെ ഒന്ന് എന്താ പറയുക വെറ്റാവണം. അപ്പോൾ അവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ വയറ്റിൽ നിന്ന് പോകാൻ പാകത്തിന് നടക്കണം. ഒരിക്കലും പ്രഷർ കൊടുത്ത് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് പൈൽസ് വരും. അപ്പോൾ പൈൽസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താ വേദനകളും കാര്യങ്ങളും വയറ്റിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനുള്ള ആ ഒരു കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമേ ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് ഡെലിവറി നിങ്ങൾ പോയിട്ട് ഹോമിയോ ഒന്ന് മരുന്ന് വാങ്ങിക്കോ, അല്ലെങ്കിൽ ആയുർവേദത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആയുർവേദത്തിലുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ വാങ്ങിക്കും. പക്ഷേ ഹോമിയോയുടെ കാര്യം എനിക്കറിയാം. ഹോമിയോയിലൊക്കെ വേഗം മാറി കിട്ടും. പിന്നെ എനിക്ക് അങ്ങനെ മാറിയ ഒത്തിരി ആൾക്കാർ എനിക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോമിയോയിലൊക്കെ പോയി നിങ്ങൾ അവിടെ പോയി മരുന്ന് വാങ്ങിക്കോ. ഓക്കെ, അപ്പം ഞാൻ പൈൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടെ പറയുന്നു. കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ പ്രഷർ കൊടുത്ത് പോവാതിരിക്കുക. പിന്നെ ഇപ്പം നിങ്ങളുടെ
ഞാൻ പറഞ്ഞ പോലെ ഇലക്കറികൾ, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് ഫ്രൂട്ട്സ് മീൻസ് പഴം നന്നായിട്ട് കഴിക്കുക, രാവിലെ എണീറ്റ് പാടെ വെറുമ്പായിട്ടുള്ള ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതൊക്കെ വയറ് ലൂസ് ആവാൻ, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് വന്നു കഴിഞ്ഞു ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക, ചെറുതായിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക, പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുക, കുറച്ച് നേരം ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ വാം ബാത്ത് ചെയ്യുക. ഇത് രണ്ടിലൂടെ നിങ്ങൾക്കത് കുറേയൊക്കെ ഒരു 98% നിങ്ങൾക്കതൊരു ക്യൂർനെസ് അവിടെ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഡെലിവറി എന്നിട്ട് നിങ്ങൾക്ക് മാറിയില്ല എന്നുണ്ട്, പോസ്റ്റ് ഡെലിവറി അത് മാറും, എന്തായാലും മാറും. ബാഡ് ലക്ക് ഉള്ളവർക്ക് മാത്രമേ അതവിടെ, കാരണം ഈ പ്രഗ്നൻസിയിൽ പ്രമേഹം വന്നവർക്ക് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് മാറാത്ത ഒരു കണ്ടിന്യൂ ആവുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും ഒരു ബാഡ് ലക്ക് ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹോമിയോയിൽ പോയി മരുന്ന് വാങ്ങുക. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.